റെവലേഷൻസ് എന്ന് പറയുന്ന മാർച്ച് 21-ാം തീയതി നെറ്റ്ഫ്ലിക്സിൽ ഡയറക്റ്റ് OTT റിലീസായ ഒരു കൊറിയൻ മൂവിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കൊറിയൻ മൂവീസിന് ഓൾ ഓവർ ദ വേൾഡിൽ ഒരു ഹ്യൂജ് ഫാൻ ബേസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടെക്നിക്കൽ ടീം ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും എക്സിക്യൂഷൻ ആണെങ്കിലും ആക്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അതുപോലെ തന്നെ പുതിയ പുതിയ സബ്ജക്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും മികച്ചു നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് കൊറിയൻ ഇൻഡസ്ട്രി. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഒരു സിനിമ കൂടുതലും ത്രില്ലർ സിനിമകൾ വരുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ഇപ്പോൾ ത്രില്ലർ സിനിമകൾ മാത്രമല്ല, ഇപ്പോൾ റോംകോം ആണെങ്കിലും വേരിയസ് ജേണേഴ്സ് മൂവീസ് ഒക്കെ അവിടെ ഇറങ്ങുന്നുണ്ട്. സൂപ്പർ ഹീറോ, അങ്ങനെ പല പല കൈൻഡ് ഓഫ് മൂവീസ്. മിക്ക സിനിമകളും വിജയമാവുന്നുണ്ട്. വളരെ കുറച്ച് സിനിമകളാണ് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ തരാതെ പോകുന്നത്. അങ്ങനെ ഒരു സിനിമയാണ് റെവലേഷൻ. ഈ ഒരു മൂവിക്ക് ഒരു ഹ്യൂജ് എക്സ്പെക്ടേഷൻ വരാൻ തന്നെ കാരണം ഇതിന്റെ ഡയറക്ടറാണ്. ട്രെയിൻ ടു ബുസാന്റെ ഡയറക്ടറാണ്. ഒരു കൊറിയൻ സിനിമകൾക്കൊക്കെ വലിയൊരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഡോൺലി എന്ന് പറയുന്ന ആക്ടറിന് തന്നെ വലിയൊരു ഫാൻ ബേസ് ഉണ്ടാക്കാൻ സാധിച്ച ഒരു മൂവിയാണ് ട്രെയിൻ ടു ബുസാൻ. ഇപ്പോൾ റെവലേഷന്റെ കാര്യമാണെങ്കിൽ ഇതിലൊരു പാസ്റ്ററിന്റെ ക്യാരക്ടർ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു ഡിറ്റക്റ്റീവിന്റെ ക്യാരക്ടർ, പിന്നെ ഒരു ഗ്രേ ഷെയ്ഡ് ക്യാരക്ടറായിട്ടുള്ള ഒരു കഥാപാത്രമുണ്ട്. ഈ ഒരു 3 പേരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്ന സ്റ്റോറിയാണ് റെവലേഷൻ പറയുന്നത്. അവരുടെ മെന്റൽ സ്ട്രഗിൾസും ആ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് ഈ ഒരു മൂവി ഫോളോ ചെയ്യുന്നത്. അതാണ് ഈ ഒരു മൂവിയുടെ പ്രത്യേകത. സോ ഈ മൂവിയുടെ വലിയൊരു പോസിറ്റീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മൂവിയിലെ ആക്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നേരത്തെ പറഞ്ഞാൽ ഈ ഒരു പാസ്റ്ററിന്റെ ചർച്ചിൽ ഒരു പെൺകുട്ടിയെ ഫോളോ ചെയ്ത് വരുന്ന ഒരു ഗ്രേ ഷെയ്ഡ് ക്യാരക്ടറിനെയാണ് ആദ്യം കാണിക്കുന്നത്. ആ ഒരു പാസ്റ്ററിന് ആ ഒരു മിസ്റ്റീരിയസ് ഫീല് ഈ ഒരു ഗ്രേ ഷെയ്ഡ് ക്യാരക്ടറിനെ കാണുമ്പോൾ തോന്നുന്നു. സോ അങ്ങനെ അവർ തമ്മിലൊരു കോൺവെർസേഷൻ നടക്കുന്നു. പിന്നെ അങ്ങോട്ട് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു പാസ്റ്ററിന്റെ ജീവിതത്തിൽ പല പല സംഭവങ്ങൾ നടക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വേറെ ഒരാളുമായിട്ട് അഫയർ ഉണ്ട്. അതല്ലാതെ തന്നെ അദ്ദേഹത്തിന്റെ കരിയർ, അങ്ങനെ ഒരു രീതിയിൽ അദ്ദേഹത്തിന് കുറെ പ്രശ്നങ്ങൾ പറ്റുന്നു. സോ പിന്നെ ഒരു ഡിറ്റക്റ്റീവിന്റെ പാസ്റ്റ്, അതായത് അനിയത്തി നേരത്തെ മിസ്സിംഗ് ആയതാണ്. സോ ആ ഒരു പാസ്റ്റ് ഈ ഒരു ക്യാരക്ടറിനെ വല്ലാതെ ഹോണ്ടിരിക്കുന്നുണ്ട്. സോ അങ്ങനെ ആ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചിൽ കൂടി മുന്നോട്ട് പോകുന്ന ഒരു മൂവിയാണ് ഈ ഒരു റെവലേഷൻ. സോ ഈ മൂവിയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഈ മൂവി എവിടെയും കണക്ട് ആവുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ്. കാരണം ഈ ഒരു ആക്ടേഴ്സിന്റെ പെർഫോമൻസസ് വളരെ നല്ലതാണെങ്കിലും, അതായത് ആ ഒരു ക്യാരക്ടർ വൈസോ എക്സിക്യൂഷൻ വൈസോ ഡയറക്ഷൻ വൈസോ ഈ മൂവി അത്രയ്ക്ക് ഇംപ്രസ് ചെയ്യിപ്പിക്കുന്നില്ല. പക്ഷെ റിപ്ലൈ 1998 എന്ന് പറയുന്ന മൂവിയിലെ ആ ഒരു മെയിൻ ആക്ടറാണ് ഈ ഒരു പാസ്റ്ററിന്റെ റോൾ ചെയ്യുന്നത്. ആ ഒരു പാസ്റ്ററിന്റെ റോൾ ചെയ്ത ആക്ടറിന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒന്നാണ്. കാരണം അത്യാവശ്യം നല്ല രീതിയിലാണ് പെർഫോം ചെയ്യാനുള്ള ആ ഒരു ശ്രമമൊക്കെ നടത്തിയിരിക്കുന്നത്. പക്ഷെ ഒരു മൂവി അതൊന്നും വർക്കൗട്ട് ആവാതെ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മൂവിയുടെ മേക്കിംഗ് കൊണ്ടാണ്. സോ ഈ ഒരു മൂവിയുടെ വേറൊരു നെഗറ്റീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മൂവിയുടെ ഡയറക്ഷൻ തന്നെയാണ്. എവിടെയും എൻഗേജ് ചെയ്യിപ്പിക്കാതെയുള്ള നറേഷനാണ് ഒരു പകുതി കഴിയുമ്പോൾ ഈ ഒരു മൂവി ഫോളോ ചെയ്യുന്നത്. സോ ഒരു ക്യൂരിയോസിറ്റി, ആ ഒരു മിസ്റ്ററിയുടെ സംഭവങ്ങളോ ഒന്നും നമുക്ക് ആ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് ഫോളോ ചെയ്യുന്നുണ്ട്. മിസ്റ്ററി ആ ഒരു നമുക്ക് കണ്ടിരിക്കാനുള്ള ആ ഒരു എൻഗേജിങ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഈ ഒരു മൂവി ഓഫർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മൂവി ഒരു വലിയ ഡിസപ്പോയിന്റ്മെന്റ് ആയി മാറുന്നത്.